ദ ഗ്രീൻ മൈൽ 1999 ഫ്രാങ്ക് ഡർബോൺ ഡയറക്റ്റ് ചെയ്ത സിനിമ. സ്റ്റീഫൻ കിങ്ങിൻ്റെ നോവലിനെ ബേസ് ചെയ്ത സിനിമയാണ്. ഇതേ പേരിൽ തന്നെയാണ് ആ നോവലുള്ളത്. എന്തിനാണ് ഞാൻ ആദ്യം തന്നെ ഈ വഴിപാട് ഒരുക്കിയതെന്ന് വെച്ചാൽ ഈ സിനിമയെക്കുറിച്ച് പറയാൻ എനിക്ക് സമയമാണ്. അതിനു വേണ്ടിയിട്ടാണ്. ഗ്രീൻ മൈൽ എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം ഇൻ മൈ ലൈഫ് ഞാൻ കണ്ടതിൽ വെച്ചിട്ടാണ്. ഈ സിനിമയെ പറ്റി പറയാൻ എനിക്ക് 1000 കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഞാൻ അതൊന്നും പറയുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആസ്വാദനം നഷ്ടപ്പെട്ടാലോ അതോ പേടികൊണ്ട് മാത്രം ഞാൻ കഥയിലേക്ക് അധികം പോകണില്ല. ഒരു 1 ലൈൻ തരാം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പ്രതികളെ താമസിപ്പിക്കുന്ന ഒരു ജയില്. അവിടെ ജോലി ചെയ്യുന്ന കുറച്ച് പോലീസുകാർ. അവരുടെ ഇടയ്ക്കൊരു ഡേഞ്ചറസ് ആണെന്ന് പറയപ്പെടുന്ന ഒരു പ്രതി വരെയാണ് ജോൺ കോഫി. അയാൾ അവിടെ വന്നതിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ സിനിമ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരുപാട് സിനിമകളുണ്ട്. പക്ഷേ ചില സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്നൊരു വേദനയും ഒരു സന്തോഷവും സിനിമ കഴിയുമ്പോൾ ചെറിയൊരു പുഞ്ചിരിയും എല്ലാം കൂടെ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. അത് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ കുറച്ച് സിനിമകളൊന്നും എനിക്കത് കിട്ടിയിട്ടുള്ളൂ. അതിലൊന്നാണിത്. ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഈ സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായം നമ്മൾ കമൻറ്റ് ബോക്സിൽ പറയണം. എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് വ്യൂസ് കിട്ടാനില്ലെങ്കിൽ എനിക്ക് കമൻറ്റ്സ് കിട്ടാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടെങ്കിലും ഇനിയുള്ളവർ ഫിലിം ലവേഴ്സ് ഈ സിനിമ ഒന്ന് കാണട്ടെ, അതിനു വേണ്ടി മാത്രമാണ് കേട്ടോ. പിന്നെ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ വീഡിയോ കാരണമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ അതിൻ്റെ അഭിപ്രായം നമ്മൾ കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് പറയണം. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു പറയണം. കാരണം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഞാൻ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്തില്ലേ, ഇനി എനിക്കിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങളെ സന്തോഷം ഞാൻ അറിയുകയാണെങ്കിൽ അതെനിക്ക് വലിയൊരു കിട്ടലായിരിക്കും. പിന്നെ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. നിങ്ങളെനിക്കിത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനത് ഇനിയും ചെയ്യും. പിന്നെ ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ ലെവലാണ്. വേറെ ഒന്നും പറയില്ല. ടെക്നിക്കലി ആണെങ്കിലും എല്ലാം കൊണ്ട് ഈ സിനിമ ബെസ്റ്റാണ് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. എത്രയേ പറയാനുള്ളൂ. നെക്സ്റ്റ് മൂവിയായിട്ട് കാണാം.